മേപ്പാടി ഗവൺമെന്റ് യു പി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിക്കുമ്പോൾ ഇവിടെ കണ്ടത് ഒരു കൂട്ടം യുവജനങ്ങൾ എന്തിനും ഏതിനും മുന്നിട്ട് നിന്നുണ്ട്. എന്ത് പ്രവൃത്തിയും എന്ത് ജോലിയും ഈ ഒരു ക്യാമ്പുമായി ബന്ധപ്പെട്ട് ഇവർ ചെയ്യുകയാണ്. ഇവർ ജീസസ് യൂത്തിന്റെ പ്രവർത്തകരാണ്. ഒരുപാട് യുവജനങ്ങളെ കാണുന്നുണ്ട്. അതിന്റെ ലീഡർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. പേര് ലിബിൻ എന്നാണ് പേര്. നിങ്ങൾ എത്ര പേരുണ്ട് ജീസസ് യൂത്തിന്റെ? ഞങ്ങൾ ഇവിടെ ഏകദേശം ഒരു 50ഓളം പേര് മൊത്തം വന്നിട്ടുണ്ട്. ഈ ക്യാമ്പിലുള്ളത് ഇപ്പോൾ 25ഓളം പേരാണ് ഉള്ളത്. അങ്ങനെ മൊത്തത്തിൽ ഇവിടെ പറ്റ ക്യാമ്പിലായിട്ടും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കൊക്കെ ആയിട്ടും മൊത്തത്തിൽ ഒരു 50ഓളം പേര് ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ എത്ര ദിവസമായിട്ട് ഇവിടെ ഉണ്ട് നിങ്ങൾ? വ്യാഴാഴ്ച മുതൽ വന്നവരാണ്. ഇപ്പോൾ ഇന്ന് ശനിയായി, വ്യാഴം, വെള്ളി 3 ദിവസമായി ഇപ്പോൾ ഓൾറെഡി. ഇനിയിപ്പോൾ അടുത്ത ആഴ്ചത്തേക്ക് ഇവരുണ്ടാവും എല്ലാവരും. അങ്ങനെ കേരളത്തിന്റെ പല ഭാഗത്തുനിന്നായിട്ട് വന്നവരാണ്. ജീസസിന്റെ മാത്രമല്ല പല ഭാഗത്തുനിന്ന് പാലയിൽ നിന്നുള്ളവരുണ്ട്. അതുപോലെ തന്നെ ഇരിട്ടി, തലശ്ശേരി, അവിടുന്ന് കണ്ണൂര്, അങ്ങനെ പല തൃശ്ശൂര്, തിരുവനന്തപുരത്ത് നിന്ന് വരെയുള്ളവരുണ്ട്. അപ്പം അങ്ങനെ പല ഭാഗത്തുനിന്നായിട്ട് വന്നവരാണ്. ജീസസിന്റെ ടീമുകളായിട്ട് ബന്ധപ്പെട്ടും പല സ്കൂളുകളിലും കോളേജുകളിൽ പഠിക്കുന്നവരും അങ്ങനത്തെ രീതിക്കുള്ളവരാണ് വന്നിരിക്കുന്നത് ഇവിടെ. ഈ ക്യാമ്പിൽ മാത്രമാണോ നിങ്ങൾക്ക് പ്രവർത്തനം കൂടുതലായിട്ടുള്ളത്? ഈ ക്യാമ്പിലും പിന്നെ നമ്മൾ കൽപ്പറ്റയിൽ ഒരു ക്യാമ്പിലും കൂടെയാണ് ഉള്ളത്. പിന്നെ കുറച്ചുപേര് ഇത് സംഭവം നടന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അവിടുത്തെ രക്ഷാപ്രവർത്തനവും മറ്റേ മൃതശരീരങ്ങളെ കണ്ടെത്തുന്ന പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടും കുറച്ചുപേർ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണുള്ളത്. എന്തൊക്കെ പ്രവർത്തനം അവിടെ ചെയ്യുന്നത്? അവിടുത്തെ ഉള്ള ആളുകൾ പോയേക്കുന്നവര് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സൈന്യത്തിന്റെ കൂടത്തിൽ ചേർന്നുണ്ട്, നാട്ടുകാരോടൊപ്പം ചേർന്നുണ്ട്. അവിടെ രക്ഷാപ്രവർത്തനങ്ങളും അതുപോലെ തന്നെ മൃതശരീരങ്ങൾ കണ്ടെത്തുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ളവർ ഇവിടുത്തെ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ട്, ഇവിടുത്തെ ക്ലീനിങ് പ്രവർത്തനങ്ങൾ മുതൽ ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും, കിച്ചണിലെ അരിയൽ, ഭക്ഷണം സെർവ് ചെയ്യൽ, ആളുകളെ ആശ്വസിപ്പിക്കുക, അങ്ങനെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവരേർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ഇപ്പോൾ ഈ ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ ഇപ്പോൾ കുറച്ച് ദിവസമായല്ലോ നിങ്ങളുടെ, എങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ ഇവിടെ ക്യാമ്പിൽ വന്നുള്ള ആൾക്കാരുടെ അവസ്ഥകളൊക്കെ എങ്ങനെയാണ്? ഇവിടുത്തെ ആൾക്കാർ എന്ന് വെച്ചാൽ ചിലരൊക്കെ അക്സെപ്റ്റബിൾ ആണ്. ബട്ട് എന്നാലും ഇവരെ കേൾക്കാൻ കുറെ കൂടെ ആൾക്കാരുണ്ട്. അപ്പം ഞങ്ങളൊക്കെ പറ്റുന്ന ഞങ്ങളുടെ ടൈമിലൊക്കെ ഇവരുടെ അടുത്ത് പോയി കേൾക്കുമ്പോൾ നമുക്ക് അവരോട് തിരിച്ചു പറയാനൊന്നുമില്ല. കാരണം അവർ പറയുന്നത് അതുപോലെയാണ്. അവരുടെ കയ്യിൽ നിന്നെല്ലാം പോയി, ഒന്നുമില്ല. ചിലപ്പം 1-2 പേരൊക്കെ, ഒരാൾ മാത്രം ജീവനോടെ ഉള്ളൂ, ബാക്കി അവരുടെ കുടുംബത്തോടെ പോയി. ആ ഒരു അവസ്ഥ, ആ ഒരു മനസ്സോടുകൂടി നിൽക്കുന്ന ആൾക്കാരാണ് ഇവിടെ. ചിലർ കുറച്ച് പ്രതീക്ഷകളോടെ നിൽക്കുന്നുണ്ട്, എന്നാൽ കുറച്ച് പേർ ഒട്ടും പ്രതീക്ഷയില്ലാതെ ഇനി ഒന്നും ഇല്ല, എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല. നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ അവരോട് സംസാരിച്ച് അവരുടെ കൂടെ അവരെ എൻഗേജ് ആകുക, ആ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ. കാരണം നമുക്കറിയാം ഒത്തിരി വലിയൊരു ദുരന്തമാണ് സംഭവിച്ചേക്കുന്നത്. അപ്പം നമുക്ക് അവിടെ വാക്കുകളില്ല, അവരെ ആശ്വസിപ്പിക്കാനുള്ള വാക്കുകൾ നമ്മുടെ ഇല്ല. നമുക്ക് പറ്റുന്ന സേവനം അത് ചെയ്യാനുണ്ട്. ക്യാമ്പിനുള്ളിൽ ബാക്കി കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഫുഡോ അങ്ങനത്തെ കാര്യങ്ങൾ അവർക്ക് ആർക്കും അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കൃത്യ സമയത്ത് ഇവിടുത്തെ നാട്ടുകാരാണേലും ബാക്കി അടുത്തുള്ളവരെ അല്ലെങ്കിൽ കളക്ഷൻ സെന്റേഴ്സിൽ നിന്ന് നമുക്ക് സാധനങ്ങളെല്ലാം കൃത്യമായിട്ട് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ അതിന് കുറവുകളൊന്നുമില്ല. ആകെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനും ഒന്ന് മെന്റലി അവർ ശരിക്കും മെന്റലി ഡൗൺ ആണ്. അപ്പം അതിന് സപ്പോർട്ടിന് മാത്രമേ ഇവിടെ ആൾക്കാർ ആവശ്യമുള്ളൂ. അത് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ കുറെ കൂടിയും വരുന്നവർ അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ മാത്രം വരാന്നൊരു അതേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ നമ്മൾ പറയാം, ഉറ്റവരും ഉടയവരൊക്കെ നഷ്ടപ്പെട്ട് ഒരുപക്ഷെ തൊട്ടു മുമ്പ് വരെ സംസാരിച്ചിരുന്നവർ ഒരുപക്ഷെ ക്യാമ്പിൽ വരുമ്പോഴായിരിക്കും അറിയാം തൊട്ടടുത്തിരുന്നവർ മരിച്ചുപോയി അല്ലെങ്കിൽ വിട്ടുപോയി എന്നുള്ളത്. അപ്പം അങ്ങനെ ആ ഒരു വേർപാടിന്റെ വേദനയിൽ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവര് നിങ്ങളോട് എന്താണ് കൂടുതൽ പറയുന്നത് ഈ ഒരു വിഷയത്തിൽ? അവർക്ക് എന്താണ് ഇപ്പൊ ഈ ഒരു ആശ്വാസം? ഓക്കെ, അല്ലാതെ എന്ത് കാര്യമാണ് പറയുന്നത്? അവർ ചിലരോട് സംസാരിച്ചപ്പോൾ അവർ ചോദിക്കുന്നത്, ഇനി ഞങ്ങൾക്കൊരു വീടുണ്ടാവുമോ, ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു സ്ഥലം ഉണ്ടാവുമോ? കാരണം അവിടെ എല്ലാ സാധനം, ഞങ്ങളൊരു ഇന്ത്യൻ പൗരനാന്ന് പറയാൻ പോലും ഞങ്ങളുടെ കയ്യിൽ ഒരു ID കാർഡ് പോലും ഞങ്ങളുടെ കയ്യിലില്ല. ആ ഒരു രീതിയിൽ അവരുടെ അടുത്ത ഒരു അതാണ്, ഇനി ഞങ്ങൾ എവിടെ താമസിക്കും, എങ്ങനെ താമസിക്കും, ഞങ്ങൾക്ക് സഹായങ്ങൾ കിട്ടുമോ ഇല്ലയോ എന്ന്. അപ്പം നമ്മളിവിടെ പറയുന്നത് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മളെല്ലാം ചെയ്യും. നമ്മളെ സഭയിൽ നിന്നും രൂപതയിൽ നിന്നും നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മളെല്ലാം ചെയ്യും. നമ്മൾ വീടുകളെല്ലാം ഇപ്പം നമ്മുടെ പിതാവും പറഞ്ഞിട്ടുണ്ട്, വീടുകൾ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനുള്ള സാഹചര്യങ്ങളെല്ലാം നമുക്കിവിടെ പറ്റുന്ന രീതിയിൽ നമ്മളെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എത്ര അത് പറഞ്ഞാലും അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പാടാണ്. കാരണം ആദ്യമായിട്ട് കേരളത്തിൽ നടക്കുന്ന ദുരന്തമല്ലല്ലോ, അതിന്റെ ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ട്, അവർക്കറിയാം. അപ്പം അത് അക്സെപ്റ്റ് ചെയ്യാൻ ഇച്ചിരി പാടാണ്. ബട്ട് ചിലരിപ്പം അക്സെപ്റ്റ്, ഇപ്പം 2-3 ദിവസമായി, കുറച്ച് ദിവസമായി, ഒരാഴ്ചത്തോളമായി പതിയെ അക്സെപ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ആ ട്രോമ അവരുടെ ലൈഫിൽ നിന്ന് മാറിയിട്ടില്ല. ഈ കൗൺസിലിംഗ് ആയിട്ട് ബന്ധപ്പെട്ടല്ലേ? അപ്പൊ നിങ്ങളിപ്പോ യുവജനങ്ങളാണ്, ഈ ഇതുപോലെ ആരും ഇല്ലാണ്ടായിരിക്കുന്ന അനാഥരായി മാറുന്ന യുവജനങ്ങളുണ്ടാവും, കുട്ടികളുണ്ടാവും. അവരുടെ മാനസികാവസ്ഥ എങ്ങനെയാണ്? ആദ്യമേ എല്ലാരും ഇവര് റൂമുകളിൽ അകത്ത് കയറി അവിടെ ഇരിക്കുക, അവരുടെ പാരന്റ്സിന്റെ കൂടെ ഇരിക്കുക, ആ ഒരു രീതിയിലായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ കൂട്ടത്തിലുള്ളവർ കുറെ പേര് അവരുടെ കൂടെ പോയിരുന്ന് കുറച്ചു നേരം അവരോട് വർത്താനം പറഞ്ഞ് കുറച്ചു നേരം കളിച്ച്, പക്ഷെ അവർക്ക് ആ ഒരു ഇച്ചിരി കൂടെ ഒരു ഫ്രീ
ലൈഫ് എന്ന് വെച്ചാൽ മൈൻഡ് ഒന്ന് ഫ്രീ ആവാൻ അവരും ഈ ഒരു ട്രോമയിൽ നിൽക്കുന്നതുകൊണ്ട് അത് ചെയ്യാൻ നമുക്ക് പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ ഗെയിംസ് എന്തെങ്കിലും ചെയ്യാൻ അവരോട് പോയി സംസാരിക്കും, തമാശ പറയാനും അങ്ങനെയൊക്കെ നമ്മൾ ഇവിടെ നിന്ന് ശ്രമിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും വണ്ടർ ആയിട്ടുള്ള ഈ ക്യാമ്പിലല്ല, തൊട്ടപ്പുറത്തെ ക്യാമ്പിൽ ഞങ്ങൾ കണ്ട ഒരാളാണ്. അയാളുടെ ഫാമിലി മൊത്തം പോയി, എന്നിട്ട് പോലും അയാള് ബാക്കിയുള്ളവരെ പോയി ആശ്വസിപ്പിക്കും. അതാണ് ഇവർ ഇച്ചിരി കുറെ ആൾക്കാർ അങ്ങനെയുണ്ട്, നല്ല മനോധൈര്യത്തോടെ സാരിയില്ല ഞങ്ങളുണ്ട് കൂടെ, നാട്ടുകാരും കൂടെ നിൽക്കുന്നുണ്ട്, അതുപോലെ നമ്മളെല്ലാവരും കൂടെ നിൽക്കുന്നതുകൊണ്ട് അവർക്ക് ഇച്ചിരി ആശ്വാസമുണ്ട്. ബട്ട് ഇടയ്ക്കെപ്പോഴും അവരൊരു കാര്യം പറയുന്നുണ്ട്, എത്ര നാൾ എന്നൊരു ചോദ്യം മാത്രമേ ഉള്ളൂ അവർക്ക്. പക്ഷെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പറ്റുന്ന ഇത്ര നാളും ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കും, നിങ്ങൾക്കെല്ലാം ശരിയാവുന്ന ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണെന്നുള്ളതാണ്. ഇവരുടെ ഒരു കഷ്ടപ്പാടുകളൊക്കെ കാണുമ്പോഴേ ചിലരിങ്ങനെ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുമ്പം നമ്മൾ വല്ലാണ്ട് അങ്ങോട്ട് ഇല്ലാണ്ടായി പോവാണ്. അവർ പറയുന്നതാണ് നിങ്ങളൊക്കെ ഉണ്ടല്ലോ ഹെൽപ്പ് ചെയ്യാൻ പല ഭാഗത്തുനിന്ന്. ഇപ്പോൾ ജിസ്യു എന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിന്റെ എല്ലാ ഭാഗത്തുണ്ട്, തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള എല്ലാ ഭാഗത്തു നിന്നുള്ള ജിസ്യൂത്താണ്. ആദ്യത്തെ സെക്ഷനിൽ ഏകദേശം 30 ആൾക്കാർ വന്നു. ഇപ്പോൾ അതുകൊണ്ട് വീണ്ടും ആൾക്കാർ വരുന്നുണ്ട്, പുറകെ ആൾക്കാർ വരുന്നുണ്ട്, പല പല ഘട്ടങ്ങളായിട്ട്, പല ബാച്ചുകളൊക്കെ ആയിട്ട്. അതുപോലെ KCM പിള്ളേരും ഉണ്ട്, മാനന്തവാടി രൂപതയുടെ കീഴിലുള്ള. അപ്പം അവർക്കൊരു താങ്ങും തണലുമായിട്ട് കൂടെ നിൽക്കുക, അവരുടെ കൂടെ ഉണ്ടായിരിക്കുക. തീർച്ചയായിട്ടും ജീസസ് യൂത്ത് ഈശോടൊപ്പം പ്രാർത്ഥിക്കുന്നു, ഒപ്പം അവർ ഈശോയോട് കൂടെ പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ഈ ഒരു UP സ്കൂളിൽ, ഗവൺമെന്റ് UP സ്കൂളിൽ കാണുന്നത്. ഇവിടെ അവരെല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നു, ജോലി ചെയ്യുന്നു, ഇവിടെ ക്ലീനിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ വന്നിരിക്കുന്നവർക്ക്, അഭയാർത്ഥികളെ എത്തിയിരിക്കുന്നവർക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നു. ഒപ്പം അവരോടൊപ്പം ഇരിക്കാനും അവരെ കേൾക്കുവാനും അവർക്കൊരു ആശ്വാസം നൽകുവാനുമായിട്ടൊക്കെ ഈ ഒരു സമയം അവർ മാറ്റിവെക്കുന്ന ഈശോയുടെ നല്ല യുവജനങ്ങളെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്.